വിനീത വി ജി നമുക്കൊപ്പം ചേരുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് അറിയാൻ കഴിയുമെന്നാണ് വിനീത വി ജി അറിയിക്കുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മളിപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ തന്നെയാണുള്ളത്. 11 മണിയോടുകൂടി തന്നെ ഇവിടെ നിയമസഭാ കക്ഷിയോഗം ആരംഭിക്കും. MLA-മാർ ഉൾപ്പെടെയുള്ളവർ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ അല്പസമയം മുൻപാണ് മനീഷ് സിസോദിയ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ച ഈ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മനീഷ് സിസോദിയ എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ നിയമസഭാ കക്ഷിയോഗം ആരംഭിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി പുതിയ മുഖ്യമന്ത്രി ആര് എന്ന് അറിയിക്കും. അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. 6 പേർ പരിഗണനയിലുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുനിത കെജ്രിവാൾ അടക്കമുള്ളവർ ആ പരിഗണനാ പട്ടികയിലുണ്ട്. പക്ഷേ അതേസമയം സുനിത കെജ്രിവാളിന്റെ പേരിനൊപ്പം തന്നെ അതിഷിയുടെ പേരിനും മുൻതൂക്കമുണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുന്ന സമയത്ത് മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിഷി തന്നെയായിരുന്നു. ഒപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ അന്ന് പതാക ഉയർത്താൻ അരവിന്ദ് കെജ്രിവാൾ തന്റെ പകരക്കാരിയായി കണ്ടതും അതിഷിയെ തന്നെയായിരുന്നു. ഒപ്പം മറ്റ് നടപടിക്രമങ്ങളിലും ഈ മന്ത്രിതല കാര്യങ്ങളൊക്കെ തന്നെ വളരെ സുഖകരമായി അതിഷി അത് കൈകാര്യം ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അതിഷിയെ ഈ പ്രഥമ പരിഗണനാ പട്ടികയിൽ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം അതിഷിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുനിത കെജ്രിവാളിനും ഒപ്പം തന്നെ മറ്റൊരു പേര് കൂടി ഈ ഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. രാഖി ബിർള, ദളിത് നേതാവ് രാഖി ബിർളയുടെ പേര് കൂടിയാണ് കേൾക്കുന്നത്. അവർ സ്പീക്കറും ആയിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ 3 വനിതകളിൽ നിന്ന് ഒരുപക്ഷെ ഒരു വനിത മുഖ്യമന്ത്രിയാവുകയാണ് എങ്കിൽ. താങ്ക് യു വിനീത വി ജി.